ഹായ് മക്കളെ, വെൽക്കം ബാക്ക് സാറാണ്. അപ്പോൾ മക്കളെ, ഒരു ഓണം എക്സാം അപ്ഡേഷനായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമുക്ക് ഓണം എക്സാം ഉണ്ടാകുമോ ഇല്ലയോ? ഓണം എക്സാം കൺഫേം ആണ്. ആ കാര്യത്തിൽ നമുക്ക് ഇനി ഒരു ഡൗട്ടും വേണ്ട. ഓണം എക്സാം നമുക്ക് ഉണ്ടായിരിക്കും. റെഡി. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. യെസ്, നമുക്ക് ഒഫീഷ്യലി ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പായി ഓണം എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, ഏകദേശം നമുക്ക് ഓഗസ്റ്റ് 20 ഇതായിരിക്കും ടൈം. ഇതിൽ നിന്നൊരു 2 ദിവസം മുന്നോട്ടോ 2 ദിവസം പിന്നോട്ടോ ഇതിലേതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നമുക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും എന്താണ് ഒരു കൺഫർമേഷൻ കിട്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കുമോ അല്ലെങ്കിൽ സ്കൂൾ ലെവൽ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. ഓക്കെ, പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യെസ്, നമ്മളെന്താണ് ഫുള്ളായിട്ട് ഒരേ സിലബസിൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന എക്സാം. സ്കൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്കൂളിൽ ടീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്യുന്ന എക്സാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇതുവരെ ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, യെസ്, ഇതിലിപ്പോൾ പബ്ലിക് എക്സാം ആണെങ്കിലും സ്കൂൾ ലെവൽ എക്സാം ആണെങ്കിലും മക്കൾക്ക് ഏതാണ് താല്പര്യം? സാറോട് ചോദിച്ചാൽ സാറ് പറയും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പബ്ലിക് എക്സാം തന്നെയാണ്, സ്കൂൾ ലെവൽ എക്സാം അല്ല. കാരണം സ്കൂൾ ലെവൽ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ സ്കൂൾ ലെവൽ എക്സാം ആണെങ്കിൽ എത്രയാണ് നിങ്ങൾ സ്കൂളുകൾ കഴിഞ്ഞിട്ടുള്ളത്, യെസ്, അതിനനുസരിച്ച് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. എത്ര കഴിഞ്ഞു അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഓണം എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ എത്ര പഠിച്ച് തീർക്കണം എന്നുള്ളതാണ് പബ്ലിക് എക്സാമിൽ കവർ ചെയ്യുക. റെഡി. അതിനനുസരിച്ചാണ് നമ്മൾ ഈ വർഷം പോവുക. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയുണ്ട്, അത് കവറായിട്ടുണ്ടോ, അതാണ് നമ്മൾ നോക്കുക. ഇനിയിപ്പം ഓണം എക്സാം ഇല്ല എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ പബ്ലിക് എക്സാമോ സ്കൂൾ ലെവൽ എക്സാമോ ഒന്നും നോക്കണ്ട. ഇതൊന്നും നിങ്ങളെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളേ അല്ല സത്യം പറഞ്ഞാൽ. റെഡി. എക്സാം പോലും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ, ഓക്കെ, സിലബസ് എത്രയാണോ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ തീർക്കേണ്ടത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിപ്പോൾ സ്കൂളിൽ എക്സാം ഉണ്ടെങ്കിലും എക്സാം ഇല്ലെങ്കിലും എല്ലാം. ഓക്കെ, ഓണം എക്സാമോ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമോ ഒന്നുമല്ല നമ്മൾ എവിടേക്കാണ് പഠിക്കുന്നത്. നമുക്ക് വേണ്ടത് പബ്ലിക് എക്സാം ആണ്. ആ ഒരു പബ്ലിക് എക്സാമിൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഓണം എക്സാമിൻ്റെ മാർക്കോ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കോ ഒന്നും ഉണ്ടാവില്ല. പബ്ലിക് എക്സാമിന് നമുക്ക് എത്രയാണ് മാർക്ക്, ആ പബ്ലിക് എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ഓരോ ഇന്റർവെല്ലിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതങ്ങനെ കവർ ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാം ആകുമ്പോഴേക്കും വേണ്ട കാര്യങ്ങൾ പക്കയായി നിങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ, കൃത്യമായിട്ട് മക്കൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും, അല്ലെങ്കിൽ അതിപ്പോൾ സ്കൂൾ ലെവലാണോ പബ്ലിക് ലെവലാണോ എന്നൊന്നും നിങ്ങളുടെ മാറ്റർ നിങ്ങൾ മാറ്റർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾ അവിടെ നോക്കേണ്ടത് എന്ത് തന്നെ ഉണ്ടായാലും ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വാല്യൂ ചെയ്ത് നോക്കുക. അതിനുശേഷമാണ് മറ്റെല്ലാ കാര്യങ്ങളും. ഓക്കെ, പക്ഷേ നമുക്ക് ഓണം എക്സാം ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ഇല്ലാത്തതുള്ളൂ, സ്കൂൾ ലെവലാണോ പബ്ലിക് ലെവലാണോ എന്നുള്ളത്. ഓക്കെ, സ്കൂൾ ലെവൽ ആവുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞ പോലെ എത്രയാണോ തീർന്നിട്ടുള്ളത് അതുവരെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പബ്ലിക് എക്സാം ആണെങ്കിൽ നമ്മളിതാ കറക്റ്റായിട്ട് ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ എത്ര തീർക്കണം അതുവരെ നമ്മൾ ആ ഒരു എക്സാമിൽ നടക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയിട്ട് അത് എഴുതും. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ അത് പഠിച്ചും കഴിയും. ഓക്കെ, അവിടെയും ഇപ്പോഴെന്താണ് ഒരുപാട് കുട്ടികളുണ്ട്, ഇപ്പോഴും നമ്മുടെ സിലബസുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോടാണ് പറയാനുള്ളത്, പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ ഒരുപാട് ബാക്ക്ലോഗുകളുള്ള കുട്ടികൾ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എക്സാം എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് മാർക്ക് വേണം, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാമാണ് കൊമേഴ്സിലായി. നല്ല മാർക്കോടെ തന്നെ നിങ്ങൾ പാസ്സാവുക. നല്ല മാർക്ക് തന്നെ നമുക്ക് വേണം. ഓരോ ടൈമിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ നല്ല രീതിക്കൊക്കെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ജ്വാല ബാച്ചിൽ നമ്മൾ ഓണം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിങ്കളാഴ്ച കൃത്യം 7 മണിക്ക്, 28-ാം തീയതി തിങ്കളാഴ്ച 7 മണിക്ക് നമ്മൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ആഴ്ച.
റെഡി? അടുത്ത ആഴ്ച 28 29 അതിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് മക്കളെ ഒഫീഷ്യലി അറിയിച്ചുകൊണ്ട് നമ്മൾ വരും. അതിൻ്റെ ഓണം എക്സാമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ സ്റ്റഡി ചലഞ്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ പ്ലാനുകൾ ഇനി വരാൻ പോകുന്നത്, നമ്മുടെ റിവിഷൻസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ സെറ്റാക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് മക്കൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മക്കൾക്ക് ഇതൊക്കെ കൂടാതെ മറ്റൊരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി? ഓക്കെ, യെസ്. അപ്പോൾ അതിനു മുൻപ് എന്താ, ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്ത് റെഡി ആയിരിക്കുക നമ്മുടെ ജ്വാല ബാച്ചിൽ. യെസ്, നമ്മൾ സെറ്റായിട്ട് ഓണം എക്സാമിന് വേണ്ടി പഠിക്കും. ഓക്കെ, റെഡി? പക്ഷേ എന്താ, അടുത്ത ആഴ്ച നമ്മൾ ആ ഒരു പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മക്കൾ ചെയ്യുക. എന്ത്, നിങ്ങൾക്ക് തീർക്കാനുള്ള കാര്യങ്ങൾ ഒരു തവണയെങ്കിലും, സാറ് മുൻപ് പറഞ്ഞ ഒരു തവണ നിങ്ങൾ തീർത്തിരിക്കുക, നിങ്ങളെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, റെഡി? അപ്പം മറക്കണ്ട, അടുത്ത ആഴ്ച നമ്മൾ വരും. നമ്മുടെ ജ്വാല ബാച്ചിൻ്റെ ഫുൾ പ്ലാനും കാര്യങ്ങളായിട്ട് ലൈവായിട്ട് നമ്മൾ യൂട്യൂബിൽ മക്കൾക്ക് എല്ലാവർക്കും സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി തരുന്നതായിരിക്കും. അതിന് മുൻപ് മക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യെസ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു തവണ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ അടിപൊളിയായിട്ട് ഓണം എക്സാമിനെ ഫേസ് ചെയ്യും. നല്ല മാർക്ക് എല്ലാവരും വാങ്ങും. ഓക്കെ ആണോ? റെഡി? നമുക്ക് കാണാം വീണ്ടും. അതുവരെ ബൈ.